പെരിനാറ്റൽ സൈക്കോസിസ് കൊലപാതകങ്ങളാണെന്ന് ഉറപ്പിക്കാൻ നിയമമില്ലാത്ത ഒരു രാജ്യത്ത് അറസ്റ്റിലാകുന്ന സ്ത്രീയെ എന്തെല്ലാം ദുരിതങ്ങളാണ് കാത്തിരിക്കുന്നതെന്നറിയാമോ? 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ തമ്മിൽ കല്യാണം കഴിച്ചവരാണെങ്കിൽ ആ ദുരിതത്തിന് ഒരറുതിയുമില്ല. അത്തരമൊരു ദുരിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് കർണാടകയിലെ പുത്തൂരിലെ ശാരദ. കുഞ്ഞിനെ ഗർഭം ധരിച്ച സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ചെവിക്ക് എന്താണ് കേൾക്കുന്നു, ചീത്ത പറയുന്നു കേൾക്കുന്നു, പിന്നെ വിൽക്കുന്നു എല്ലാം ആരുന്നില്ല. അത് ചെവിക്ക് കേൾക്കുന്നു. ശാരദക്ക് പറഞ്ഞുകൂടായിരുന്നോ? ശാരദക്ക് ഉറക്കമില്ല, കുറെ പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് ശാരദ പോലീസിനോട് പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പറയാൻ അറിയാത്തത് കൊണ്ടായിരുന്നോ? എനിക്ക് ഭാഷ അറിയില്ല മേഡം. ഫസ്റ്റ് ഭാഷ അറിയില്ല. എങ്ങനെ പറയുന്നു? എങ്ങനെ ഭാഷ പഠിച്ചത്? ഇപ്പൊ മലയാളം അവിടെ ജയില്, കണ്ണൂർ ജയില്. ഇത് ശാരദ. കർണാടകയിലെ പുത്തൂരിൽ നിന്നും കാസർകോട്ടെ കാട്ടുകുക്കയിലേക്ക് കല്യാണം കഴിച്ചെത്തിയവൾ. മാതൃഭാഷ തുളു. 2020 ഡിസംബർ 4 ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ. FIR നമ്പർ 671/2020. വകുപ്പുകൾ 174, ആൾട്ടേഡ് 302. കുറ്റം: ശാരദ എന്ന 30-കാരി തന്റെ 1.5 വയസ്സുള്ള ഏക മകനെ കിണറ്റിലെറിഞ്ഞു കൊന്നു. എന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു കുഞ്ഞിനെ കൊന്നതെന്നോ കൊല്ലാനുള്ള കാരണമോ ഇന്നും ശാരദയ്ക്ക് ഓർമ്മയില്ല. പക്ഷേ 15 അംഗങ്ങളുള്ള ഭർതൃവീട്ടിൽ ഗർഭകാലം തൊട്ടേ താൻ കടന്നുപോയ മാനസിക ശാരീരിക സംഘർഷങ്ങൾ ഇപ്പോഴും വേട്ടയാടുന്നു. ഭർത്താവ് അടിക്കാൻ വന്നിട്ടുണ്ടോ? എന്തിനാ അടിക്കുന്നത്? എന്തിനാണ്? എനിക്ക് സുഖമില്ലതായി പോയി മേഡം. 15 ആളുണ്ട് ആ വീട്ടുകാരിൽ. 15 ആൾ. അവർക്കെല്ലാം ഞാൻ എങ്ങനെ മേഡം ചോറെല്ലാം കൈ കൊടുക്കുന്നു? സംഭവത്തെ തുടർന്ന് സ്റ്റേഷൻ വരെ വന്ന് ഒപ്പിട്ട് മടങ്ങാമെന്ന് ഉറപ്പ് നൽകി ശാരദയെ കർണാടകയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന ബദിയടുക്ക പോലീസ് റിമാൻഡ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ വനിതാ ജയിലിൽ അടച്ചു. കുതിരവട്ടത്ത് ജയിലധികൃതർ ചികിത്സയും ഉറപ്പാക്കി. തുടർന്ന് 1.5 വർഷം ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട് ശാരദ ജയിലിൽ കഴിഞ്ഞു. ഒപ്പം അത്രയും കാലം തന്നെ തന്റെ ഏകമകൾ എവിടെയാണെന്നോ എങ്ങനെ കാണുമെന്നോ അറിയാതെ ഒരമ്മ ഉരുകി തീർന്നു. ഈ 1.5 കൊല്ലമായിട്ടും ശാരദക്ക് ഒരു ജാമ്യം പോലും കിട്ടിയില്ലേ? കിട്ടിയില്ല. അതെന്താ? അത് കിട്ടാതെ എനിക്ക് സ്വത്ത് ഇത് സരിയില്ല മേഡം. പൈസ ഇല്ലാത്ത? അല്ല, പൈസ ഇല്ലാത്തല്ല മേഡം. ഇത് സ്വത്ത് നികുതി ഷീറ്റ് എല്ലാം അതെല്ലാം ശരിയില്ലായി. നികുതി ഷീറ്റില്ലാത്തതിന്റെ പേരില് ശാരദ അവിടെ 1.5 വർഷം കിടന്നോ? അമ്മ വരുമായിരുന്നു അപ്പൊ അങ്ങോട്ടേക്ക്? അമ്മ കണ്ടിട്ടേ ഇല്ല. അമ്മ പറയണു അവിടേക്ക് പറയാന് എനക്ക് ഇതറിയില്ല, സ്ഥലം അറിയില്ല അങ്ങനെ പറയും. ഭാഷ അറിയില്ലല്ലോ. ഭാഷ അറിയില്ല, കണ്ടിട്ടില്ല. ഇത് പോലീസ് ഫസ്റ്റ് കൊണ്ടുപോയി. പോലീസ് എവിടുന്നാ ശാരദയെ കൊണ്ടുപോയത്? ഇവിടെ നിന്ന്. ശാരദക്ക് അറിയായിരുന്നോ ശാരദയെ ജയിലിൽ കൊണ്ടുപോകുക? അറിയില്ല. അവർ പറയുന്നു സ്റ്റേഷന് വന്ന് ഒപ്പിട്ടിന് പോകുന്നു. അതിനാണ് എത്ര പേര് വന്ന്? 2 ആള്, ഒന്ന് പെണ്ണും ഒന്നാണ്, പിന്നെ ഡ്രൈവർ. എവിടുത്തെ പോലീസാ വന്ന്? ബദിയടുക്ക. എന്നിട്ട് ഒപ്പിട്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ചെയ്തത്? അവർ കൊണ്ടുപോയത്. അവർ എങ്ങോട്ട്? ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൊറോണ ടൈം ഫസ്റ്റ് കൊറോണ ടെസ്റ്റ് ആക്കി അവിടെ കൊണ്ടുപോയത് കണ്ണൂർ കൊണ്ടിട്ടു, ജയിലിൽ കൊണ്ടിട്ടു. പക്ഷെ നിന്നോട് പറഞ്ഞത് ഒപ്പിട്ടിട്ട് പിന്നെ നിങ്ങൾ ബസ്സിൽ വിടണമെന്ന് പറയുന്നത്. മനോനില തെറ്റിയ ഒരു സ്ത്രീയോടുള്ള പോലീസിന്റെ നീതിപീഠത്തിന്റെ വേട്ടയാടൽ ഇവിടം കൊണ്ടും തീർന്നില്ല. 4 മാസങ്ങൾക്ക് ശേഷം മലയാളമോ ഇംഗ്ലീഷോ അറിയാത്ത ശാരദയെ തേടി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന കുറ്റത്തിന് ബദിയടുക്ക പോലീസ് വീണ്ടും കർണാടകയിലെത്തി അറസ്റ്റ് ചെയ്ത് ഹോസ്ദുർഗ് ജയിലിൽ അടച്ചു. അറിയുക, അപ്പോഴും ശാരദയുടെ മാനസിക നില തകരാറിലായിരുന്നു. അതങ്ങനായി. ഞാൻ ജാമ്യനെടുത്ത് വന്ന് പിന്നെ 2 പ്രാവശ്യം 5 ആൾ വന്നു. എന്തിന്? എന്നെ കൊണ്ടുപോകണം. എവിടേക്കാ കൊണ്ടുപോയത് അവര്? കാസർഗോഡ് ഹോസ്ദുർഗ്. അതെന്തിന്?
അത് ഞാൻ അത് വക്കീൽ എനിക്ക് പൈസ വേണമെന്ന് ചോദിക്കണല്ല, എന്നോട് പൈസ ഇല്ലായി. ഏത് വക്കീല്? ജയന്തലാൽ വക്കീൽ. എത്ര പൈസ ചോദിച്ചു? 50,000. ആദ്യം കൂടെ അങ്ങനെ ആയത്, ഞാൻ കേസിൽ പോയപ്പോൾ എന്നെ കൊണ്ടുപോയത്. പിന്നെ വക്കീൽ കൂടെ പൈസ മേടിച്ചാണ് അങ്ങനെ ആയത്. അത് പോലീസ് വക്കീൽ അങ്ങനെ ഇത് ആഴ്ചക്ക് 1.5 ആഴ്ചക്ക് ഫോൺ വിളിച്ചിട്ടുണ്ടായി, എനിക്ക് പൈസ കൊടുക്കും. അത് മെൻ്റലായി ഞാൻ കേസിൽ പോയിട്ടില്ല. രാത്രി വർക്ക് വരുമ്പോൾ അല്ല ഇതാവുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ പാട്ട് പാടുന്നു, പിന്നെ ജയിലിൽ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നുണ്ടായി മേഡം. ഞാൻ ഒറ്റയ്ക്ക് റൂമെല്ലാക്കിയാണ്, ಅದರಲ್ಲಿ ನಾನು ಡ್ಯಾನ್ಸ್ ಕಲಿക്കുന്നു, പാട്ട് പാടുന്നു. സൂപ്രണ്ടെല്ലാം വന്ന് നോക്കിയിട്ടുണ്ട് മേഡം എന്നാണ്. പിന്നെ എന്നാണ് കോഴിക്കോട് കൊണ്ടുപോയത്. ആരോരുമില്ലാത്ത ശാരദയെ പിന്നീട് ആരാണ് ജാമ്യത്തിലിറങ്ങാൻ പണം നൽകി സഹായിച്ചതെന്നുകൂടി അറിയണം. ഷെരീന ചേച്ചി. അവരെന്താണ് അവിടെ ജയിലിൽ എന്താണ്? അവരെന്തോ കേസ് ശിക്ഷ ആയിട്ടുണ്ട് അവർക്ക്. അവരെനക്ക് സഹായിച്ചു. അവർ ഡോക്ടർ. ഞാൻ അവരോട് പറയുന്നത്, എനക്കാറില്ല ചേച്ചി, എനിക്ക് വക്കീൽ പൈസ കേൾക്കുന്നുണ്ടോ, അവർക്ക് പൈസ കൊടുക്കണം, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അമ്മ ഞാൻ 2 ആൾ മാത്രമാണ്. അങ്ങനെ അവർ കൊടുത്തിട്ട് എനിക്ക് 10,000 കൊടുത്തിട്ട് ജാമ്യം എടുത്താൻ പോകാൻ പറയുന്നവർ എന്നോട്, സുഖമായിട്ട് ജീവിക്കുമെന്ന്. ജയിലിൽ നിന്നിറങ്ങിയ ശാരദയെ കേസിൽ നിന്നും കൂറുമാറി രക്ഷിക്കാമെന്ന വാഗ്ദാനം നൽകി ഭർത്താവ് ബാബു വിവാഹമോചനം നേടി. ഒരിക്കൽ പോലും ഒന്നും ചോദിക്കാതെ, പറയാതെ, നയാ പൈസ ജീവനാംശം പോലും നൽകാതെ പ്രിയപ്പെട്ടവൻ പിരിഞ്ഞുപോയത് വലിയ ആഘാതമായി. എന്നിട്ടും കേസ് തീർന്നില്ല എന്നത് കൂടുതൽ തളർത്തുന്നു. ഭർത്താവ് എന്ന് പറഞ്ഞു, ഞാൻ വേറെ കല്യാണം കഴിക്കൂ, എനിക്ക് ഡൈവേഴ്സ് വേണു, കേസ് തീർക്കാനോ പറഞ്ഞിട്ടുണ്ടോ. ഡൈവേഴ്സ് കൊടുത്തപ്പോൾ കേസ് തീർന്നോ? തീർന്നില്ല. സംഭവം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്കയിൽ. പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ താമസം കർണാടകയിലെ പുത്തൂരിൽ. കാസർഗോട്ടെയും കണ്ണൂരിലെയും വനിതാ ജയിലുകളിലായി 1.5 വർഷത്തെ തടവുകാലം. കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സ. ഇതിനിടെ കോടതി, വക്കീല്, വാദം, വിവാഹമോചനം തുടങ്ങിയവയ്ക്കായി നിസ്സഹായായ ഈ പെൺകുട്ടി ചെലവാക്കിയ പൈസയും പിന്നിട്ട ദൂരവും ചെറുതല്ല. ഇനിയും നടക്കാനുള്ള ദൂരമാകട്ടെ ശാരദയുടെ ഉറക്കം കെടുത്തുന്നു. എന്തിനായിരുന്നു കേസ് തീരും മുന്നേ വിവാഹമോചനം ചെയ്തത് എന്നറിയാൻ ബാബുവിനെ തേടി ഞങ്ങൾ കാസർഗോട്ടെ ഒരു അതിർത്തി ഗ്രാമത്തിലെത്തി. ബാബു പുനർവിവാഹിതനായിരിക്കുന്നു. ശാരദ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല പോലും. കാരണം അറിയാതെ വിവാഹമോചനം ചെയ്തത് എന്തിനെന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു മറുപടി. എന്തേ ഡിവോഴ്സ് ആവാൻ കാരണം? എൻ്റെ കുഞ്ഞിനെ ഇതാക്കില്ലേ, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. കുഞ്ഞ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് 2 തവണ അത്തരത്തിൽ അപായപ്പെടുത്താൻ ശാരദ ശ്രമിച്ചിരുന്നുവെന്ന് ബാബു വെളിപ്പെടുത്തുന്നു. കുഞ്ഞിനെ ഒരു പ്രാവശ്യം ബെഡ്റൂമിലേക്ക് മുക്കിയിട്ടെടുത്തിട്ടുണ്ട്. അത് വീട്ടുകാർ കണ്ടിട്ട് ഇതാക്കി. ഇത് സംഭവിക്കുന്നത് കുറച്ച് മുമ്പ്, ഒരു മാസത്തിൻ്റെ അടുത്ത് ഒരിക്കൽ വീട്ടിൻ്റെ ഉള്ളിൽ റൂമുണ്ട്, മുറിൻ്റെ ഉള്ളിൽ ഒരിക്കൽ സാലില്ലേ, അതുകൊണ്ട് കുഞ്ഞിനെ ഇതാക്കി വേണ്ടായിരുന്നല്ലോ. അതെൻ്റെ പെങ്ങൾ കണ്ടിട്ട് കുഞ്ഞിനെ വലിച്ചിട്ടെടുത്ത് കയ്യിൽ നിന്ന് ഇതാക്കി. ഇവർക്ക് മാനസിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അത് വർക്കുന്നില്ല, ഇങ്ങനെ വെറുതെ എന്തെങ്കിലും സംസാരിക്കുക, ആൾ ഒറ്റക്കായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കൈവിട്ട് പോയപ്പോഴും പ്രാഥമിക ചികിത്സ പോലും ലഭിക്കാതെ പോയവളാണ് ശാരദ. മാനസിക നില മോശമായി തുടർന്ന ശാരദയ്ക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതരാണ് കോഴിക്കോട് കുതിരവട്ടത്ത് ചികിത്സ ഉറപ്പാക്കിയത്. കേരള, കർണാടക ബന്ധമുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ തമിഴ്നാട് ഭാഗങ്ങളിൽ. അപ്പോൾ അവിടുന്ന് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്ന സ്ത്രീകൾ ഇങ്ങനെയുള്ള ഒരു ഡിപ്രഷന് ഉൾപ്പെട്ട് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന സംഭവങ്ങൾ, അതിനുശേഷം അവർ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ മൂലം അവർ ഈ കൃത്യം ചെയ്തിട്ടുണ്ടാവും. ഈ ചെയ്ത ശേഷം പിന്നീടുള്ള അവരെ സമൂഹമോ കുടുംബമോ നോക്കാറില്ല. മാത്രമല്ല ഇവിടെ നിയമപരമായി പോരാടുവാൻ അവർക്ക് ഈ ഭാഷയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ കർണാടകയിലുള്ളവർക്ക് മലയാളം അറിയില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇവർ കോടതിയിലേക്ക് പോകണം, പോലീസ് സ്റ്റേഷനിൽ പോകണം. അപ്പോൾ കുടുംബങ്ങൾ ഇങ്ങനൊരു കൊല കേസിൽ പെട്ടതുകൊണ്ട് അവരെ കുടുംബങ്ങളും അവരെ ഉപേക്ഷിക്കുകയാണ്. അതിൻ്റെ ശേഷം ഇവിടെ അവർ നിയമപരമായി പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് സഹായിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. അവരാരെ ബന്ധപ്പെടണം, ആരോട് സംസാരിക്കണം, ഒന്നും ഒരു രീതിയിലില്ല. കുറേ ആൾക്കാർ ജയിലിൽ കിടക്കും. പക്ഷേ അതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെയാണ് അവരെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നെക്കുറിച്ച് ഒരു ആലോചന ആരും ചെയ്യാറില്ല. അപ്പോൾ ഈ കേസുകൾ കൂടുതൽ നിലനിൽക്കുന്നത് കേരള കോടതിയിലായതുകൊണ്ട് അവർ കേരളവുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ പറയുന്നത് നിയമനിർമ്മാണ സഭ, നമ്മൾ കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ ഇതിനെക്കുറിച്ച് ഒരു നിയമം കൊണ്ടുവരണം.
വീട്ടുജോലിയും വീട് തീർത്തും ആഴ്ചയിൽ ആകെ കിട്ടുന്ന 1500 രൂപയാണ് ശാരദയുടെ വരുമാനം. എത്ര സ്വരുക്കൂട്ടിയാലും കാസർഗോട്ടേക്കുള്ള പോക്കുവരവ്, വക്കീലിന്റെ ഫീസ് എന്നിവ കൊടുക്കാൻ തന്റെ ഈ ജന്മം മതിയാകില്ലെന്ന ആധി ആരറിയാൻ. ഇപ്പൊ എന്ത് ജോലി എടുത്തിട്ടാണ് ശാരദ ജീവിക്കുന്നത്? വീട് പണി. വീട് പണി. എത്ര രൂപ കിട്ടും? അത് കഴിഞ്ഞിട്ട് വന്ന് ബീഡി. ബീഡി. പിന്നെ അതിക്ക് 1200 കിട്ടും ആഴ്ചക്ക്. ആഴ്ചയില് 1200 രൂപ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിന് എത്ര രൂപ കിട്ടും? ഇത് 300 ആഴ്ചയില്. അപ്പൊ 1500 രൂപ. 500 കിട്ടും. അത്രേ കിട്ടുള്ളൂ. അതുകൊണ്ട് കേസൊക്കെ നടത്താൻ കഴിയുമോ? ആവില്ല. ശാരദക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനക്ക് എന്ത് വേണ്ട, കേസ് തീർക്കാൻ. എവിടെയായിരുന്നു പുത്തൂരിലെ ശാരദ? ഭാഷയറിയാതെ, ദേശമറിയാതെ, ഇനി എന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്നറിയാതെ, ജാമ്യം പോലും എടുക്കാനാളില്ലാതെ 1.5 വർഷം കിടന്നത്. കണ്ണൂർ സെൻട്രൽ വനിതാ ജയിലിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം 24/7.